അതുകൊണ്ടാണ് കരിമ്പടം പുതച്ച കറുത്ത സുന്ദരിയായ കരിങ്കൽ ഭിത്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയത്തിന്റെ മൂലക്കിരിക്കുന്ന സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുണ്ടല്ലോ, പരിശുദ്ധമായ ഹജറുൽ അസ്വദ്. ആ ഹജറുൽ അസ്വദിനകത്താണ് അല്ലാഹു ആ രേഖ, ആ പടച്ചതമ്പുരാന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇത് റസൂലുള്ളാന്റെ വാക്കാണ്. ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഈമാനുള്ളവരെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ പരലോകത്ത് വരുമ്പോ ഈ ഹജറുൽ അസ്വദിന് രണ്ട് കണ്ണല്ല കൊടുക്കുന്നതാണ്, ഒരു ചുണ്ടൽ ഒരു നാവല്ല കൊടുക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന നാളെ പരലോകത്ത് പടച്ചവന്റെ മുന്നിൽ ഈ ഹജറുൽ അസ്വദ് സാക്ഷി നിൽക്കുകയാണ്. അല്ലാഹുവേ, ഇവൻ എന്നെ തൊട്ടുമുട്ടിയവനാണ്, ഇവൻ എന്നെ ചുംബിച്ചവനാണ്, ഇവൻ എന്നെ ആംഗ്യം കാണിച്ച് മുത്തം തന്നവനാണ്, അതുകൊണ്ട് രക്ഷപ്പെടുത്തണമല്ലാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഹജറുൽ അസ്വദ് മുത്തുന്ന ഒരു രംഗം ഹദീസുകളിൽ കാണാം. ഹജറുൽ അസ്വദിൽ ഇങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സഹചര്യനായ ഉമർ തങ്ങൾ ആ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു വാക്കെന്തെന്നറിയോ? ഇന്നി അഅലമു അന്നകി ഹജറുൻ ലാ തളറു വലാ തൻഫഉ. ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത കേവലം ഒരു കല്ലാണ് നീ എന്ന് എനിക്കറിയാ. അതുകൊണ്ട് ഹജറുൽ അസ്വദ് വലൗലാ റഅയ്തു അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടു, ഇല്ലെങ്കിൽ മാ ഖബ്ബൽതുകി അബദാ, ഒരിക്കലും ഈ ഉമർ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. കാരണം നീ ഒരു കല്ലാണ്, നിന്നെ കൊണ്ട് ഒരു ഉപദ്രവമില്ല, ഉപകാരവുമില്ല, കേവലം ഒരു കല്ലാണ്. ആ കല്ലാകുന്ന നിന്നെ കൊണ്ട് ഉപകാരം ഉപദ്രവമില്ലാത്തത് കൊണ്ട് നിന്നെ ഞാൻ എന്തിന് ചുംബിക്കണം? പക്ഷേ എന്റെ നായകൻ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ ചുംബിക്കുകയാണെന്ന് പറയുമ്പോ അലി റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഉമറേ, ആര് പറഞ്ഞു ഈ കല്ല് ഉപകാരമില്ല ഉപദ്രവമില്ലെന്ന്? അറിയുമോ, ഈ കല്ലിനകത്താണ് നമ്മൾ ഓരോരുത്തരും പടച്ചവന് കൊടുത്ത വാക്കുണ്ടല്ലോ, ഷഹാദത്ത്, അവന് കൊടുത്ത സാക്ഷ്യപത്രം, അത് അല്ലാഹു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ കല്ലിന്റെ ഉള്ളിലാണ്. ആ കല്ലിന്റെ ഉള്ളിലാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും അള്ളാഹുവിനോട് ചെയ്ത കരാറിന്റെ ആ രേഖ അല്ലാഹു തആല കുഴിച്ചിട്ടിരിക്കുന്നത്, സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഹജറുൽ അസ്വദിന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് അവിടെ എത്തുമ്പോ ഈമാനം ബിക വ തസ്ദീഖം ബികിതാബിക വ വഫാഅൻ ബിഅഹദിക, നിന്നോട് ചെയ്ത കരാറിന്റെ പൂർത്തീകരണമാണ് തമ്പുരാനെ എന്ന് പറഞ്ഞിട്ട്